തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആമേനിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ആമേൻ്റെ ഡയറക്ടർ ലിജോ ജോസ് പല്ലിശ്ശേരി എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പോൾ ലിജോ എൻ്റെ അടുത്ത് ഇത് സാൻഡ്ര ചെയ്താൽ മതി, ഇങ്ങനെ ഒരു റോളുണ്ട്, ഇത് സാൻഡ്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ലിജോ പറഞ്ഞപ്പോൾ എനിക്ക് ലിജോയോട് നോ പറയാൻ തോന്നിയില്ല. എനിക്ക് ലിജോ അത്രയും നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് സാൻഡ്ര തന്നെ ചെയ്താൽ മതി, സാൻഡ്രയുടെ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് മറിയാമ്മ, എനിക്ക് സാൻഡ്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പം എനിക്ക് ശരി ഓക്കെ, ഞാൻ ലിജോയോട് എനിക്ക് നോ പറയാൻ എനിക്ക് തോന്നി. ലിജോ എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തതാണ് ആമേൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കൊള്ളാം, നന്നായിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ എഡിറ്റർ ആണെങ്കിലും അതിൻ്റെ സൗണ്ട് എല്ലാവരും കണ്ടു, ആമേൻ കണ്ടു, നന്നായിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തന്നെ എല്ലാവരും എന്നെ വിളിച്ച് പറയുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി, ശരി എനിക്ക് അഭിനയിക്കാൻ പറ്റും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അടുത്ത പടം എന്ന് പറയുന്നത് കിളിപോയി വന്നതും കിളിപോയുടെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പം സിബിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സാൻഡ്ര ചെയ്താൽ മതി, കിളിപോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ആദ്യം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ അതൊരു എന്താ പറയുക, ഭയങ്കര ആ ഒരു ടീം ഭയങ്കര എനർജി ഉള്ളൊരു ടീമാണ്. കിളിപോയുടെ ഒരു ടീം, ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും ഭയങ്കര എനർജിയും ഭയങ്കര അത് ചെയ്യണം ഇത് ചെയ്യണം, സിനിമയിൽ അങ്ങനെ വരണം, സിനിമ അവരുടെ മനസ്സിലൊരു സിനിമ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ബാക്കിയൊന്നും അവർ നോക്കുന്നില്ല. ഭയങ്കര എനർജി ഉള്ളൊരു ടീമാണ്. എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്തതും എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. എനിക്കങ്ങനെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് തരംതിരിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ക്ലീഷേഡ് സബ്ജക്റ്റുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും, ഇപ്പം അക്കരെ എന്ന് പറയുന്ന സിനിമയിലെ പല സീൻസും പല സിനിമകളിലെടുത്താലും അതുപോലെ ഹിറ്റായിട്ടുള്ള ഹിറ്റ് ഫോർമുല എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം അതൊക്കെ കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. അപ്പോൾ എനിക്കൊരു ക്ലീഷേഡ് സബ്ജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ന്യൂ ജനറേഷൻ സബ്ജക്റ്റ് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. പുതിയ ടെക്നിക്സ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം പുറത്തുള്ള സിനിമകൾ കാണുന്നത് കൊണ്ടും ഇൻ്റർനാഷണൽ പടങ്ങൾ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സും പല കാര്യങ്ങളും ഇപ്പം മലയാളത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു സ്റ്റോറി വൈസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം, ഒരു ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് എനിക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. അത് ഈ ഒരു 2 വർഷം എനിക്ക് തോന്നുന്നു അത് തീർന്നു. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരു പരിധി വരെ ഒരുപാട് കോൾസും ഒരുപാട് പേര്, ഇപ്പം പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആൾക്കാർ അവർ പക്ഷേ നല്ല മൂഡിലായിരിക്കും. അവർ വന്ന് ഫോട്ടോ എടുക്കാൻ വരുമ്പോഴും പിന്നെ ഒരേ കാര്യത്തിന് വേണ്ടി കുറേ പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോഴൊക്കെ നാച്ചുറലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അത് അഹങ്കാരമായിട്ട് പലരും തെറ്റിദ്ധരിക്കാം. അതല്ലാതെ തന്നെ പിന്നെ നമ്മൾ ഒരുപാട് പേർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നോർമലി എല്ലാവർക്കും ഒരു ചെറിയൊരു ഫീലിംഗ്, ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നൽ വരാം. പക്ഷെ എല്ലാം ഒന്നും അഹങ്കാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ യങ് ആക്ടേഴ്സും ഫ്രണ്ട്സാണ്. എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരമൊന്നും ആരിൽ നിന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയേക്കുന്നത്, ഇപ്പം എനിക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് കോൾസ്, ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഒരുപാട് കോൾസ് വരുമ്പോൾ നാച്ചുറലി ഡിസ്റ്റർബ്ഡ് ആവും. ഒരേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും അഹങ്കാരിന്ന് തെറ്റിദ്ധരിക്കാം. നമുക്കൊരു കാര്യം കിട്ടാതാവുമ്പോൾ കുറ്റം പറയുന്നൊരു ശീലം അത് പണ്ടേ മലയാളികൾക്കുള്ളതാണ്. അപ്പോൾ അത് ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്ന പോലെ പറയുന്നതാണ് അഹങ്കാരി. ചിലപ്പോൾ അത് എൻ്റെ മാത്രം ഒരു തോന്നലായിരിക്കാം, പല ആൾക്കാർക്കും പല രീതിയിലാണ് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെയൊക്കെ എല്ലാവർക്കും ഡെഡിക്കേഷനും എല്ലാം ആവാം. ഒരു സബ്ജക്റ്റ് എടുത്താൽ അതിനോട് 100%, ഇപ്പോൾ ചില ആക്ടേഴ്സ് ഓക്കെ ഒരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടർ എന്താണെന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കാതെ ചെയ്യുന്നവരുണ്ട്. ആ ക്യാരക്ടറിനോട് അവർക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല, അത് കഴിഞ്ഞ് അതങ്ങ് പോവും. പിന്നെ അടുത്ത പടം ആ സിനിമയിലെ ക്യാരക്ടർ ആ സമയത്ത് എന്താ പറഞ്ഞ ഡയലോഗ് എന്താ അത് പറഞ്ഞു കഴിഞ്ഞ് പോകുന്നു. ആ ക്യാരക്ടറിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ചെയ്യുന്നവരോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല.
പിന്നെ പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്കാണെങ്കിൽ തന്നെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ടേഴ്സിന്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് ഒത്തിരി നമ്മൾ ഇത് എനിക്ക് കാല് പിടിച്ച് വിളിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും കൂടെ ആയതുകൊണ്ട്. പക്ഷെ അവരിൽ ആക്ടേഴ്സൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവർ ആ സിനിമ കഴിഞ്ഞു പോയി അടുത്ത സിനിമയിൽ പോയി എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങൾ എടുത്തോളും, ഇല്ലെങ്കിൽ എടുക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ എന്നാലും വരാറുണ്ട്. ഇപ്പം എൻ്റെ എല്ലാവരും വന്നിരുന്നു. പക്ഷെ ഞാൻ അതിന് എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉള്ളത് കൊണ്ടാണ് അത് വന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലാതൊരു പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ അവർ ശരിക്കും കഷ്ടപ്പെട്ടു പോയേനെ. ഒരു ആക്ടറിനെ വരുത്തി ഇൻ്റർവ്യൂവിന് ഇരുത്താനാണെങ്കിലും. എനിക്ക് എൻ്റെ പടത്തിന് ആവശ്യത്തിൽ കൂടുതൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും സഹകരിച്ചിട്ടുണ്ട്, എല്ലാവരും വന്ന് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതല്ലാതെ എനിക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അറിയാം, ഒരുപാട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ആണെങ്കിലും അവരെല്ലാം ഇതേ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ആ പടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിന് ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരടുത്ത സിനിമകളിലേക്ക് പോവുകയാണ്. ഇത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പിന്നെ അതെല്ലാം പ്രൊഡ്യൂസറിൻ്റെ തലവേദനയായി. പ്രൊഡ്യൂസർ അത് പിന്നെ എങ്ങനെ പടം കൊണ്ടുവരണം എന്നുള്ളതും ആ പടം ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതും എല്ലാം പ്രൊഡ്യൂസറിൻ്റെ തലവേദന മാത്രമാവുന്നു. അതിൻ്റെ ഒരു ഇതെടുക്കാനായിട്ട് ആരുമില്ല. ഡയറക്ടറും ഇല്ല, ആക്ടേഴ്സും ഇല്ല, ആരുമില്ല. ഒരു പടം നന്നായാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ എല്ലാവരും ഉണ്ട്. ചീത്തയായാൽ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒളിച്ചു നടക്കുന്ന പ്രൊഡ്യൂസറെയും ഓട്ടോയ്ക്ക് കൈ അടിക്കുന്ന പ്രൊഡ്യൂസറൊക്കെ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ആക്ടറെയോ ഡയറക്ടറെയോ നമുക്ക് കാണാൻ പറ്റില്ല.